ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ക്രോധാകാരാങ്കുശോജ്വല എന്ന 9ാമത്തെ നാമമാണ്. എന്താണ് ഈ ക്രോധാകാരാങ്കുശോജ്വല? സജ്ജനങ്ങളായ ഭക്തന്മാർക്ക് വാത്സല്യം ദേവി വാരി വിതറുന്നു. അങ്ങേയറ്റത്തെ സ്നേഹമാണ് അങ്ങനെയുള്ള സജ്ജനങ്ങളായ ഭക്തന്മാരോട് ദേവിക്ക് എന്ന് സാരം. പക്ഷേ അതേസമയം ദുർജനങ്ങളെ ഒരിക്കലും ദേവി ഉൾക്കൊള്ളുകയില്ല. കാരണം അവർ അധർമ്മികളാണ്, അധർമ്മ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. ശുംഭനിശുംഭന്മാർ, ചണ്ടമുണ്ടന്മാർ, അതുപോലെ രക്തബീജൻ, ഇവരെല്ലാം ദുഷ്ടന്മാരാണ്. ഇവരുടെ കഥയെല്ലാം ഇതിന് മകുട ഉദാഹരണമാണ്. ക്രോധാകാരാങ്കുശോജ്വല, ക്രോധാകാരമായി എന്ന് വെച്ചാൽ ദേശസ്വരൂപമായിരിക്കുന്ന അങ്കുശം. അങ്കുശം എന്ന് വെച്ചാൽ തോട്ടി. അങ്കുശ ഉജ്ജ്വല, ക്രോധാകാരാങ്കുശ ഉജ്ജ്വല. ആ അങ്കുശത്താൽ ശോഭിക്കുന്നവൾ. ഈ അങ്കുശം ഇതിന് മുൻപത്തെ നാമത്തിൽ നാം പഠിച്ചത് ദേവി നമ്മളോട് സ്നേഹമസരണമായും ദുഷ്ടന്മാരോട് വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് എന്നുള്ള വസ്തുതയാണ്. അതേ കാര്യം തന്നെയാണ് ക്രോധാകാരാങ്കുശോജ്വല എന്ന നാമത്തിലൂടെ നാം വീണ്ടും നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം നാം ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല പ്രവൃത്തികളായിരിക്കണം, ദേവിയോട് അളവറ്റ ഭക്തി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ഇച്ഛാശക്തിമയം, പാശമങ്കുശം, ജ്ഞാനരൂപിണം, ക്രിയാശക്തി, മായേ വേണധനുഷി ദധജ്വലം. ഉത്തരചതുശ്ശതിയിൽ ഇത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ക്രോധാങ്കാരാങ്കുശോജ്വല എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് പ്രിയ ഭക്തജനങ്ങളെ, ദേവിയെ ഭക്തിയോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എപ്പോഴും സ്മരിക്കുക. തീർച്ചയായും ദേവി എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ചൊരിയുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. എല്ലാവർക്കും ദേവി സകല അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം മഹാദേവ്യേ നമഃ.